അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഓടിച്ചുകുന്ന് അംഗൻവാടിയിലെ 15 കുരുന്നുകളുടെ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിൽ. 20 വർഷത്തിലധികം പഴക്കമുള്ള അംഗൻവാടി കെട്ടിടം ബലക്ഷയവും ചോർച്ചയും കാരണം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും ദുരന്തം. താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്ന സമയത്താണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഈ സമയം അംഗൻവാടി ടീച്ചറും ഹെൽപ്പറും ചേർന്ന് കുട്ടികളെ വേഗം വാരിയെടുത്ത് പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മുടയരിഞ്ഞി വാർഡിൽ മൂന്നാംകുറ്റി എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയുടെ ശോചനാവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അംഗൻവാടിക്ക് ബലക്ഷയമാണെന്നും പറഞ്ഞ് അവരെ അവിടുന്ന് മാറ്റി വേറൊരു അംഗൻവാടിയിലേക്ക് ഒരു ഓടിട്ട കെട്ടിടത്തിലേക്ക് മാറ്റിയതാണ്. അതിപ്പം 15ഓളം പിള്ളേരുണ്ടായിരുന്നു. അവരത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് അംഗൻവാടിയുടെ ഒരു വശം ഇടിഞ്ഞു വീഴുകയും പിള്ളേരെ എല്ലാം അവരെടുത്ത് മാറ്റി അവരിപ്പം പിള്ളേരെ ഒരിടത്തും വിടാനില്ലാത്തൊരു സാഹചര്യത്തിൽ മുറ്റത്തൊക്കെ ഇരുന്ന് സമയം കഴിച്ചു കൂട്ടുകയാണ്. അതിൻ്റെ ആ പ്രശ്നത്തിലേക്ക് ആരും അന്വേഷിക്കുകയോ അതിനൊരു നടപടി ക്രമങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. പഞ്ചായത്തുകാരും അതിന് വേണ്ട നടപടി എടുക്കാതെ അവരിങ്ങനെ ഇരിക്കുകയാണ്. ഒരാഴ്ചയോളമായി മുറ്റത്തും അടുത്ത വീട്ടിൻ്റെ പോർച്ചിലുമൊക്കെ ആയിട്ട് കഴിയുന്നു. അതിനൊരു തീരുമാനം വാങ്ങണമെന്നാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. കുട്ടികളെ ആരും ഇപ്പോൾ അംഗൻവാടിയിലോട്ട് അയക്കുന്നില്ല. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് നിലവിൽ ഈ 15 കുട്ടികളുടെ പഠനം അടുത്തുള്ള ഒരു കാർ പോർച്ചിലാണ് നടന്നുവരുന്നത്. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ തുറന്ന സ്ഥലത്തെ ഈ പഠനം കുട്ടികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാവുകയാണ്. തുടർച്ചയായ കെട്ടിടങ്ങളുടെ തകർച്ചയും സുരക്ഷാ ഭീഷണിയും കാരണം കുട്ടികളെ അംഗൻവാടിയിലേക്ക് വിടാൻ രക്ഷിതാക്കളും ഭയപ്പെടുന്നു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാകാതെ ഇനിയും അവരെ വിടില്ലെന്ന നിലപാടിലാണ് മാതാപിതാക്കൾ. നിലവിലെ അംഗൻവാടി കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഭരണസമിതി പുതിയൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ വാടക കെട്ടിടമാണെങ്കിൽ അതിലും ബലക്ഷയമായ കെട്ടിടമായിരുന്നു. അത് കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കുട്ടികളെ ഇപ്പോൾ ആരും അംഗൻവാടിയിലേക്ക് വിടാണ്ടാവുകയും അംഗൻവാടി നിലച്ച അവസ്ഥയിലേക്കുണ്ട്. അടുത്ത വീട്ടിലെ പോർച്ചിലൊക്കെ ഇരുന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ഒരു ദുരവസ്ഥയാണ്. ഒരുപാട് ഫണ്ടുകളുള്ള പഞ്ചായത്തിൽ 50% പോലും പഞ്ചായത്തിൽ ഫണ്ട് വിനിയോഗിക്കാണ്ട് ഉള്ള ഒരു ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. 50% പോലും പഞ്ചായത്തിൽ ഫണ്ട് വിനിയോഗിക്കുന്നില്ല. നിലവിലെ ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് മുടക്കേണ്ട ഫണ്ട് വകമാറ്റി എടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടിപ്പം കുട്ടികളാരും അംഗൻവാടിയിൽ പോകുന്നില്ല. രക്ഷിതാക്കൾ വിടാനും മടിക്കുന്നു. ഇത്രയും ഒരു ഉത്തരവാദിത്തരഹിതമായിട്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ആ രീതിയിലേക്കുള്ള ഒരു സമീപനം നിലനിൽക്കുന്നു. അപ്പോൾ വലിയ തോതിൽ നാട്ടിലുള്ള മാതാപിതാക്കൾക്കും ഈ അംഗൻവാടി ഉപഭോക്താക്കൾക്കൊക്കെ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് സത്യം.